പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങളും അവകാശങ്ങളും നിരോധിച്ച് ഉത്തരവിറക്കി സ്പീക്കർ. ജൂലൈ 28-ന് ആരംഭിക്കുന്ന മധ്യപ്രദേശ് നിയമസഭയുടെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി നിയമസഭാ സ്പീക്കർ നരേന്ദ്ര സിംഗ് തോമർ പുറപ്പെടുവിച്ച പുതിയ ഉത്തരവിൽ നിയമസഭാ പരിസരത്ത് നിയമസഭാംഗങ്ങളുടെ എല്ലാത്തര പ്രതിഷേധങ്ങളും മുദ്രാവാക്യങ്ങളും നിരോധിച്ചു. ചട്ടം 94 പ്രകാരം പാസാക്കിയ നിർദ്ദേശപ്രകാരം നിയമസഭാ സമുച്ചയത്തിനുള്ളിൽ MLA-മാർ പ്രകടനങ്ങൾ നടത്തുകയോ മുദ്രാവാക്യം വിളിക്കുകയോ ചെയ്യുന്നത് വിലക്കി. തൊഴിലില്ലായ്മ, മോശം ക്രമസമാധാനം, മോശം റോഡ് അവസ്ഥ, അഴിമതി തുടങ്ങിയ നിരവധി പൊതു കേന്ദ്രീകൃത വിഷയങ്ങൾ വരാനിരിക്കുന്ന സമ്മേളനത്തിൽ ഉന്നയിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഈ നീക്കത്തെ ശക്തമായി എതിർത്തു. ഈ നിരോധനം നിലവിൽ വരുന്നതോടെ പാർട്ടിയുടെ നിയമസഭാംഗങ്ങൾക്ക് ഇനി നിയമസഭയിൽ പ്രതിഷേധിക്കാനോ ശബ്ദമുയർത്താനോ സംസാരിക്കാനോ കഴിയില്ല. ഭരണകക്ഷിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് സ്പീക്കർ പ്രവർത്തിച്ചതെന്ന നിർദ്ദേശത്തിന് മറുപടിയായി പ്രതിപക്ഷ നേതാവ് ഉമാങ് സിംഗർ ആരോപിച്ചു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 194 നിയമസഭാംഗങ്ങൾക്ക് പ്രത്യേക അധികാരങ്ങൾ നൽകുന്നുണ്ടെന്ന് ഓർമ്മിക്കേണ്ടത് പ്രധാനമാണ്. ഇതവരെ സഭയിൽ പൊതു താൽപര്യ വിഷയങ്ങൾ ഉന്നയിക്കാനും അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും സർക്കാരിൽ നിന്ന് ഉത്തരങ്ങൾ ആവശ്യപ്പെടാനും അനുവദിക്കുന്നുണ്ട്. നിയമസഭയിൽ പലപ്പോഴും തെറ്റായതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ ഡാറ്റ അവതരിപ്പിക്കുന്ന സർക്കാർ അത്തരം ഉത്തരവുകളും നിയന്ത്രണങ്ങളും പുറപ്പെടുവിക്കാൻ സ്പീക്കറെ സമ്മർദ്ദത്തിലാക്കി തുറന്നു കാട്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് ജനാധിപത്യത്തിന് നേരെയുള്ള അക്രമമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.